തന്നെയാണെന്ന് സ്ഥിരീകരിച്ചുകൊള്ളും. അപ്പൊ ആ മാമ്പഴം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതൊക്കെ നിങ്ങൾ ടെൻഷൻ അടിക്കണം, പേടിക്കണം. അത് എന്റെ കയ്യിലാണ് ഇരിക്കുന്നത്, ആ കൈ നിങ്ങൾ കാണുന്നില്ല. വായിൽ നിങ്ങൾക്ക് മുമ്പിൽ ആ മാമ്പഴം നിൽക്കുന്നു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. അപ്പൊ അഞ്ജന ചോദിക്കുകയാണ്, അങ്ങ് ആരാണ്? രൂപം കാണാതെ അങ്ങ് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ പറഞ്ഞു, ആരായിരിക്കും? നാം വായുദേവനാണ്. ശൗര്യ പരാക്രമിയായിരിക്കുന്ന പരമേശ്വരന്റെ വീര്യകുമാരൻ ആഞ്ജനേയ സ്വാമി. ശൗര്യവും വീര്യവും എല്ലാം നിറഞ്ഞു തോന്നിയ ഒരു മഹാവീരനായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോകുന്നത്. കേസരി മാമ്പഴം സ്വീകരിച്ച് അഞ്ജനയ്ക്ക് നൽകുന്നു കർത്താവ്. കേസരി ആ മാമ്പഴം സ്വീകരിച്ചിട്ട് അഞ്ജനയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. നിന്റെ ആ ഒരു അമാനുഷികമായിരിക്കുന്ന ശക്തികളും ഈ മാമ്പഴത്തിൽ ഉൾക്കൊള്ളട്ടെ. അപ്പൊ മഹാദേവൻ, വായുപുത്രൻ, പിന്നാല വീരകേസരി, ഈ മൂന്ന് പേരുടെ ഭയങ്കരമായ ശക്തി ആ മാമ്പഴത്തിലുണ്ടായി. ഭയഭക്തിയോടുകൂടി കൈകൾ നേടിയ വീരകേസരി വായുദേവനിൽ നിന്ന് ഈ മാമ്പഴം സ്വീകരിക്കുകയാണ്. ആ മാമ്പഴം തന്റെ മാറോട് ചേർത്ത് ധ്യാനിച്ച്, സർവേശ്വരനെ ധ്യാനിച്ച് കേസരി എന്ത് ചെയ്തു? തന്റെ എല്ലാ ശക്തികളും തന്റെ പുത്രനും സിദ്ധിക്കാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ആ മാമ്പഴം അഞ്ജനയുടെ കയ്യിൽ കൊടുത്തിട്ട് ശ്രീ പാർവതി പരമേശ്വരന്മാരെയും വായു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് അഞ്ജന എന്ത് ചെയ്തു? ഭർത്താവിന്റെ പാദങ്ങൾ നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിക്കൊണ്ട് അഞ്ജന ആ മാമ്പഴം ഭക്ഷിക്കാൻ കഴിക്കാൻ തുടങ്ങി. ഈ രീതിയില് ദേവ മനുഷ്യ മൃഗാംശങ്ങളുടെ സമന്വയമായിരിക്കുന്ന, അതായത് ദേവ മനുഷ്യ മൃഗത്തിന്റെ എല്ലാം ശക്തി വന്നിരിക്കുന്ന ശ്രീ ഹനുമാൻ അഞ്ജനയുടെ ഗർഭപാത്രത്തിൽ ഓരോ നിമിഷവും വളരാൻ തുടങ്ങി. ഈ മാമ്പഴം കഴിച്ചുകൊണ്ടുകൂടി ആലോചിക്കാം, ഇത് ദേവന്റെ ഗുണമുണ്ട്, മനുഷ്യന്റെ ഗുണമുണ്ട്, മൃഗത്തിന്റെ ഗുണമുണ്ട്, ശൗര്യവും വീര്യവും എല്ലാം ഉണ്ട്. ആ മാമ്പഴത്തിലൂടെ ആഞ്ജനേയ ഗർഭത്തിൽ ശ്രീ ആഞ്ജനേയ സ്വാമി ഓരോ നിമിഷവും വളരാൻ തുടങ്ങി. ബുദ്ധിമാനും നിസ്വാർത്ഥ സേവകനും സദാ ജാഗരൂകനും ഭക്തനും പരമോന്നതനുമായിരിക്കുന്ന ശ്രീ ഹനുമാന്റെ ഉത്ഭവം വിചിത്രമാണ്, വിശുദ്ധമാണ്, വിസ്മയകരമാണ്. ഈ രീതിയിലാണ് ആഞ്ജനേയ സ്വാമി ഉത്ഭവിച്ചത്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത്രയും പ്രതിസന്ധികളിലൂടെയാണ് ഭഗവാൻ അവതരിച്ചത് കേട്ടിട്ടുണ്ടോ? അഞ്ജനയ്ക്ക് പൂർണ്ണ ഗർഭമായി. കണ്ണിന്റെ കൃഷ്ണമണികളെ കാത്തു സംരക്ഷിക്കുന്നത് പോലെ വീരകേസരി സദാസമയവും ജാഗ്രതയോടുകൂടി അഞ്ജനയെ സംരക്ഷിക്കാൻ തുടങ്ങി. അന്നത്തെ പ്രഭാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മനോഹരമായിരുന്നു. കാട്ടിലെ വൃക്ഷലതാദികളെല്ലാം പൂത്തുലഞ്ഞ്, പൂക്കളെല്ലാം നിറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാലാമുലൻ ഇന്നും പരിമാണം നിറയുന്ന പറയുന്നത്. അതായത് അത്രയും കാട്ടിൽ നല്ല നല്ല പൂക്കളുടെ മണം, കാറ്റ്, തണുപ്പ് എല്ലാം കൊണ്ട് പ്രകൃതി വളരെ മനോഹരമായിരിക്കുന്ന സമയത്ത് അഞ്ജനയ്ക്ക് ഏറ്റുനോന്ന് തുടങ്ങി. പ്രസവിക്കാനുള്ള പ്രസവ വേദന തുടങ്ങി അഞ്ജനയ്ക്ക്. അവൾ ശ്രീ പാർവതി പരമേശ്വരന്മാരുടെ തിരുനാമങ്ങൾ ജപിച്ച് ആശ്വാസം കണ്ടെത്തി പ്രസവ വേദനയിൽ. അഞ്ജനയുടെ വേദനയിൽ പങ്കുചേരാൻ സാധിക്കാതെ വിഷമത്തോടുകൂടി വീരകേസരി കരയാൻ തുടങ്ങി. അത്രയും വേദന അഞ്ജനയ്ക്ക്. ഒന്നും രണ്ടും വട്ടം കാറ്റ് ആഞ്ഞു വീശി. തളിരുകളും കാട്ടുപൂക്കളും വന്ന് വിളിച്ച് അഞ്ജനയ്ക്ക് ഒരു പുഷ്പം എത്രയാണ്, എല്ലാ പൂക്കളും കൂടി വന്ന് വീണിട്ട് അഞ്ജനയ്ക്ക് പുഷ്പം വന്ന് ഒരു പെട്ടുപോലെ കാറ്റിൽ പെട്ട് തളികളെല്ലാം പറന്നുയരാൻ തുടങ്ങി. കാറ്റുകൊണ്ട് അഞ്ജനയ്ക്ക് ചുറ്റും ഒരു ഈറ്റിലം സൃഷ്ടിച്ചു. അറിയാതെ പ്രസവ സമയത്ത് ഒരു വീട് പോലെ അങ്ങനെ പൂക്കളെല്ലാം വന്ന് ഒരു ബെഡായി മാറി തളികൾ കൊണ്ടൊരു വീട് പോലെ ഒരു ഈറ്റിലം നിർമ്മിച്ചു. കാട്ടുകുയിലുകളെല്ലാം നീട്ടി പാടാൻ തുടങ്ങി. ഈണത്തിൽ പാട്ടുപാടി മാൻപിടാക്കളും മുയലുകളെല്ലാം ചാടിക്കൂടി അഞ്ജന വീരകുമാരന് ജന്മം നൽകി. നമ്മുടെ ആഞ്ജനേയ സ്വാമിക്ക് അഞ്ജന ജന്മം നൽകിയിരിക്കുകയാണ്. പിറന്നു വീണ ആ ശിശു ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കാനനമാകെ, അതായത് കാട് മുഴുവൻ ആ വീര ശിശുവിലെ ആ കരച്ചിൽ കൊണ്ട് കാട് മുഴുവൻ കോരിത്തരിച്ചു. എന്ന് പറഞ്ഞിരിക്കുന്നതാണ് സാക്ഷാൽ മഹാഭക്തനായിരിക്കുന്ന ആഞ്ജനേയ സ്വാമി. ആ ഒരു മധുരമായിരിക്കുന്ന കരച്ചിൽ കേട്ടപ്പോൾ വീരകേസരിക്ക് എന്ത് രോമാഞ്ചം! വീരകേസരിക്ക് പവിഴ ചുണ്ടുകൾക്കിടയിൽ ഭഗവാൻ ചുണ്ടെന്ന് പറഞ്ഞാൽ ചെറിപ്പഴം പോലെ ഇരിക്കും. ആ പവിഴം പോലത്തെ ആ ചുണ്ടുകൾക്കിടയിൽ
തന്റെ മാതൃത്വം പകർന്നു കൊടുക്കാൻ അഞ്ജന മുലപ്പാൽ കൊടുത്തു. അവനെ സമാധാനിപ്പിച്ചു. ജന്മസാഫല്യമാണ് അഞ്ജനയ്ക്ക് ലഭിച്ചിരിക്കുന്നത്, അല്ലെ? അങ്ങനെ ഈ അഞ്ജനാപുത്രൻ ലോകത്തിലേക്ക് വന്നു. ഈ അഞ്ജനാപുത്രൻ എങ്ങനെ ഹനുമാൻ സ്വാമിയായി? അഞ്ജനാപുത്രനായിട്ടാണ് വന്നത്. പക്ഷെ ഇദ്ദേഹം എങ്ങനെ ഹനുമാൻ സ്വാമിയായി? വാനര രൂപികളായി പ്രത്യക്ഷപ്പെട്ട ശ്രീ പാർവതി പരമേശ്വരൻ എന്ത് ചെയ്തു? ആഞ്ജനേയ കുമാരന് സർവമന്ത്രങ്ങളും നൽകി. പാർവതി പരമേശ്വരന്മാർ വന്നിട്ട് ആഞ്ജനേയ സ്വാമിക്ക് സർവമന്ത്രങ്ങളും ആശംസിച്ചു. ഇളം തെന്നനായി വന്ന് വായുദേവൻ ആ ചെറിയ ഉണ്ണിയുടെ ആ ഓമൽ കിടാവിന്റെ ദേഹം ഇങ്ങനെ കഴുകി. വായു ഭഗവാൻ ഓരോ നിമിഷവും ശ്രദ്ധിക്കാൻ തുടങ്ങി. കേസരി കാടുകൾ തോറും നടക്കാണ്. നടന്ന് ഇഷ്ടം പോലെ പഴങ്ങളും മധുരക്കിഴങ്ങുകളും തേനടകളും ഒക്കെ സംഭരിച്ചു കൊണ്ടുവന്നു. തേനട, മധുരക്കിഴങ്ങ്, ഇതൊക്കെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. ഇതെല്ലാം കൊണ്ടുവന്ന് ഭഗവാൻ ഇഷ്ടംപോലെ കൊടുത്ത് എങ്കിലും കൂടെ വിശക്കുന്നു എന്ന് പറയും. ഇതൊക്കെ കഴിച്ചാൽ ഒഴിവാച്ചാൽ എനിക്ക് വിശക്കുന്നു പറഞ്ഞേ ആഞ്ജനേയ സ്വാമി. എന്നിട്ടോ വിശക്കുന്നെന്ന് പറഞ്ഞ് കുമാരൻ ശാഠ്യം പിടിക്കുന്നു. എത്ര വിശക്കുന്നുണ്ടെന്ന് പറയും. കുമാരൻ 1 വയസ്സ് കഴിഞ്ഞു. ഇങ്ങനെ കാലം പോയി കുഞ്ഞുവാവിക്ക് 1 വയസ്സ്. മോന് ഭയങ്കര വിശപ്പാണ്. കാടിന്റെ മറ്റേ ഭാഗം ഇഷ്ടംപോലെ തേനടകൾ കൊണ്ടുപോയി കൊടുക്കും. തേനുണ്ടല്ലോ, അതിങ്ങനെ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇതിൽ വന്നു കഴിഞ്ഞാൽ തേനട പോയി അത് പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് വീരകേസരി പോയി. എന്നിട്ടോ കുമാരനെയും എടുത്തുകൊണ്ട്, അതായത് ഇടുപ്പിൽ വെച്ചുകൊണ്ട് കാട്ടരുവിലേക്ക് ഇറങ്ങാൻ പോയ അഞ്ജന കുമാരനെ അരുവിക്കരയിൽ നിർത്തി. അവിടെ വരെ അഞ്ജന മോനെയും കൊണ്ട് കൊടുത്തിട്ട് കുമാരനെ അരുവിയിലേക്ക് നിർത്തിയത് ഈ അഞ്ജന ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി. 1 നിമിഷം പോലും അടങ്ങിയിരിക്കാത്ത കൂട്ടാക്കാത്ത ആ കുസൃതി കൂട്ടന്റെ അരുവിക്കരയിൽ നിന്ന് ഓടി നടക്കാണ്. ആ ഏരിയ മൊത്തം ഓടി നടന്നിട്ട് പൊട്ടിച്ചിരിക്കാൻ കൂടി. ഓർത്താപ്പുറത്താണ് ഉദിച്ചുയർന്ന ആ ഒരു സൂര്യനെ ഭഗവാൻ കാണുന്നത്. അങ്ങനെ ഓടി നടന്നുകൊണ്ട് ഉദിച്ചുയരുന്ന ഒരു സൂര്യനെ ഭഗവാൻ കണ്ടു. നിമിഷങ്ങളോളം ആ സൂര്യനെ നോക്കി നിന്ന് കണ്ണിമ വെട്ടാതെ ആഞ്ജനേയ സ്വാമി ആ സൂര്യനെ നോക്കി നിന്നു. അഞ്ജനാപുത്രന്റെ ഉള്ളിൽ ഒരു ആശയം തോന്നി. 1 വയസ്സാണെന്ന് ആലോചിക്കണം. മാതാപിതാക്കൾ തന്നെ പറ്റിച്ചിരിക്കണം. അദ്ദേഹത്തിന്റെ ഉള്ളിലൊരു ചിന്ത, എന്നെ എന്റെ അച്ഛനും അമ്മയെ പറ്റിച്ചു. ഇത്രയും വലിയൊരു പഴം ആകാശത്തിൽ ഇരിക്കുന്നുണ്ട്. ഭഗവാൻ ചിന്തിക്കാം സൂര്യനെ കണ്ടിട്ട്. എന്തിനാ ഈ കാട്ടിലെ ചെറിയ പഴങ്ങൾ എനിക്ക് വിളിച്ചുകൊണ്ട് വരുന്നത്? അതിന്റെ ആവശ്യം ഇത്രയും വലിയൊരു പഴം ആകാശത്തിൽ ഇരിക്കണില്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? എത്ര വലിയ പഴം, എത്ര ചുവന്നു കൊടുക്കുന്ന നിറം, വെട്ടിക്കളയുന്ന ആ വലിയ പഴം എത്ര രുചിയുണ്ടാവും, എത്ര മധുരം ഉണ്ടാവും. ആ രുചിയിലെ ആ ഒരു ചിന്ത ഭഗവാനുള്ള സന്തോഷം കൊണ്ടുവന്നു. നമ്മുടെ കേസരി പുത്രന്റെ നാവിൽ വെള്ളം വരാൻ തുടങ്ങി. സൂര്യദേവൻ ഒരു പഴമായി സങ്കല്പിച്ചപ്പോഴേക്കും നേരെ നാക്ക് നീക്കിയിട്ട് അധരങ്ങൾ ആ പഴത്തിന്റെ, അതായത് ചുണ്ട് ആ പഴത്തിന്റെ രുചിയെ കുറിച്ച് ആലോചിച്ചിട്ട് അവൻ എന്ത് ചെയ്തു? വെള്ളം ഇറക്കാൻ തുടങ്ങി. ആ പഴം കിട്ടിയിരുന്നെങ്കിൽ ആലോചിച്ചിട്ട് അമ്മയെ പഴം പഴം ആഞ്ജനേയ പുത്രൻ വിളിച്ചു പറയാണ്. സന്തോഷം കൊണ്ട് കുമാരൻ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ട് വൃക്ഷക്കൊമ്പിൽ കാണപ്പെട്ട പഴത്തെ പറ്റിയായിരിക്കും മോൻ പറയുന്നതാണ് അഞ്ജന എഴുതുന്നത്. അഞ്ജന വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അവൻ പഴം പറഞ്ഞ ഇതേ മരത്തിൽ കണ്ട പഴത്തെ കുറിച്ചായിരിക്കും. ശരി, അഞ്ജന പറഞ്ഞു, എന്നാ നീ ഇത് പറിച്ചെടുത്തോ. അമ്മ പറയാം, പഴം മരത്തിലാന്ന് കരുതിയിട്ട് പറയാം, നീ ഇത് പറിച്ചെടുത്തോ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജന കാട്ടിൽ വീട്ടിൽ കുളിക്കാൻ പോയി. മാതാവിന്റെ അനുവാദം കിട്ടിയല്ലോ. സന്തോഷത്തോടു കൂടി 2 കൈയും കാലും എടുത്ത് ശക്തി സംഭരിച്ചിട്ട് ഭൂമിയിൽ കാലം അമർത്തി വെച്ചിട്ട് കൈ 2 മേൽക്കോട്ട് ഉയർത്തി ഊക്കോടെ കുതിച്ച ആഞ്ജനേയ സ്വാമി ആകാശത്തിലേക്ക് ഈ പഴം പറിക്കാൻ വേണ്ടി. വായുവേഗ മനോവേഗത്തിൽ പരന്നു വരുന്ന പറയുന്നത്. വായുവേഗം, മനോവേഗം, കാറ്റും മനസ്സും ഭയങ്കര സ്പീഡാണ്. ഈ 2 സ്പീഡും സംഭരിച്ചുകൊണ്ട് പറന്നുയർന്ന കുമാരൻ എന്ത് ചെയ്ത് മേഘങ്ങളെയും താണ്ടി അതിനെല്ലാം പിന്തള്ളിക്കൊണ്ട് വേഗത്തിൽ ദിവ്യാസ്ത്രം എന്നതുപോലെ ആ സൂര്യനായിരിക്കുന്ന പഴത്തെ ലക്ഷ്യം വെച്ച് പാഞ്ഞു ചെയ്തു. കുളിച്ചു കയറി കരിക്ക് വന്ന അഞ്ജനയുടെ മകന്റെ സാഹസം കണ്ട് അഞ്ജന അന്താളിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. അഞ്ജന നോക്കുമ്പോൾ മകൻ ഇവിടെ ആകാശത്തിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹസം കണ്ട് അമ്മയ്ക്ക് കരയാനല്ലാതെ എന്ത് സാധിക്കും? ആ അഞ്ജനയുടെ പ്രിയതമ്മയുടെ നിലവിളി കേട്ട് വീരകേസരി ഓടി വന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിക്കണം. പരിഭ്രാന്തിയോടുകൂടി
ചുവന്ന് തുടുത്ത മാധുര്യമുള്ള ആ പഴം എത്തിപ്പറിച്ച് തിന്ന സന്തോഷിക്കുക. ഇത് മാത്രമേ ആഞ്ജനേയ സ്വാമിയുടെ ഉള്ളിലുള്ളൂ. അത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. തനിക്ക് നേരെ കുട്ടിപ്പർവ്വതം എന്നതുപോലെ പാഞ്ഞു വരുന്ന ആ ബാലനെ കണ്ട് സൂര്യൻ പേടിച്ചു. അയ്യോ, ഒരു കുട്ടിപ്പർവ്വതം പോലെയാണ് ഈ കുട്ടി സൂര്യന്റെ നേരെ വരുന്നത്. സൂര്യനാണെങ്കിൽ ഭയങ്കര പേടി തോന്നി. തന്നെ നോക്കി നിൽക്കെ അപകടം വന്നുകൊണ്ടിരിക്കുന്നു. സൂര്യനെ മനസ്സിലായി, എന്നെ പിടിക്കാൻ വരുന്ന ചില്ലറക്കാരനല്ല. അപ്പൊ സൂര്യദേവൻ മനസ്സിലായി, സൂര്യദേവൻ എന്തോ അപകടം വരാൻ പോകുന്നു. ചിന്തിച്ചു നിൽക്കാൻ സമയമില്ല. ഉടനെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഓർത്തിട്ട് അല്ലെങ്കിൽ ആ പയ്യൻ ഇന്ന് കളയുന്ന സൂര്യൻ മനസ്സിലായി. നിലനിൽപ്പില്ലാതെ വിഷമിച്ച സൂര്യദേവൻ എന്ത് ചെയ്ത് സൂര്യദേവനെ ചൂടാൻ 10 ഇരട്ടി വർദ്ധിപ്പിച്ചു. എന്നാ പിന്നെ ആഞ്ജനേയ സ്വാമി തിരിച്ചു പോലും വരുന്നു. സൂര്യഭഗവാന്റെ ചൂടോ വെളിച്ചോ ഒന്നും അഞ്ജനാപുത്രൻ ഒരു പ്രശ്നമേ അല്ല. അദ്ദേഹം 10 ഇരട്ടി വർദ്ധിപ്പിച്ചിട്ടും അഞ്ജനാപുത്രൻ ഒരു പ്രശ്നമില്ല. അവന്റെ മനസ്സ് നിറയെ ആ പഴത്തിന്റെ മധുരായിരുന്നു. ആ സൂര്യദുഃഖത്തോട് അഞ്ജനാപുത്രൻ അടുത്തു തുടങ്ങി. സൂര്യന്റെ അടുത്തേക്ക് എത്താൻ തുടങ്ങി. ആദിത്യന്റെ ആ സ്വാദും മധുരമായിരുന്നു അവന്റെ മനസ്സിൽ. അങ്ങനെ ഇരിക്കെ സൂര്യബിംബത്തോട് അടുത്തു. ആദിത്യന്റെ പേര് കൂടി സൂര്യനടുത്തേക്ക് എത്തി അഞ്ജനാപുത്രൻ. ചൂട് വർദ്ധിപ്പിച്ചിട്ടും അഞ്ജനാപുത്രൻ ഒരു കുഴപ്പമില്ല. സൂര്യനെ പേടി തരാൻ തുടങ്ങി. വീണ്ടും വീണ്ടും ചൂട് വർദ്ധിപ്പിക്കാൻ തുടങ്ങി. ആര്? നമ്മുടെ സൂര്യദേവൻ. അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് മാർത്താണ്ഡൻ. സൂര്യഭഗവാന്റെ മറ്റൊരു പേരാണ് മാർത്താണ്ഡൻ. അദ്ദേഹം വീണ്ടും വീണ്ടും ചൂട് കൂട്ടി. ദേവ, രാജാവേ, ദേവേന്ദ്ര, ആപത്ത് ആപത്ത്, രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് സൂര്യദേവൻ എന്ത് ചെയ്തു? കരയാൻ തുടങ്ങി. ദേവേന്ദ്രനെ വിളിച്ച് അറിയിച്ചു സൂര്യദേവൻ. കാരണം ഈ ദേവന്മാരെല്ലാം തന്നെ ദേവേന്ദ്രനാണ് അവരുടെ ഹെഡ്, ഇന്ദ്രൻ. വീണ്ടും വീണ്ടും ഇദ്ദേഹം കരയാൻ തുടങ്ങി. എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. 100 ഇരട്ടി വർദ്ധിപ്പിച്ച സൂര്യദേവന്റെ ആ ഒരു ചൂട് നമ്മുടെ വായുപുത്രനെ കുറച്ച് വിഷമിപ്പിച്ചു. ആദ്യം 10 ഇരട്ടി വർദ്ധിപ്പിച്ചു, 100 ഇരട്ടി വർദ്ധിപ്പിച്ചു. ആ ചൂട് ആഞ്ജനേയ സ്വാമിക്ക് കുറച്ച് പ്രശ്നമായി. ആ ഉഷ്ണത്തിൽ പെട്ടിട്ട് അവന്റെ ആ ചെറിയ ശരീരം ഒന്ന് പൊള്ളി. മാത്രമല്ല, രോമങ്ങളെല്ലാം കത്തിക്കഴിഞ്ഞു. നമ്മുടെ ആഞ്ജനേയ സ്വാമിയുടെ വിയർത്ത് കുളിച്ച് കഷ്ടപ്പെട്ട് അഞ്ജനാപുത്രൻ എന്ത് ചെയ്തു? അവിടെ നിന്നുകൊണ്ട് പിതാവേ പിതാവേ ആപത്ത് ആപത്ത് എന്ന് പറഞ്ഞ് ആഞ്ജനേയ സ്വാമി കരയാൻ തുടങ്ങി. ഇവിടുന്ന് ഓടിയതാ ഭൂമിയിൽ. അവിടെ ചെന്ന് കരയാൻ തുടങ്ങി. മകന്റെ ആ കരച്ചിൽ കണ്ടപ്പോ അച്ഛൻ ഓടി വന്നു. ആരാ ഓടി വന്നത്? ആരായിരിക്കും? ആ സമയത്ത് സൂര്യദേവന്റെ അടുത്ത് ഭഗവാനെ രക്ഷിക്കാൻ വന്നിരിക്കുന്ന അച്ഛൻ ആരായിരിക്കും? വായു ഭഗവാൻ. വായു ഭഗവാൻ അവിടെ ഓടിയെത്തിയിട്ട് സൂര്യദേവന്റെ അപേക്ഷ ദേവേന്ദ്രൻ തന്നെ വജ്രായുധം ചുരുട്ടിക്കൊണ്ട് അവിടെ വാങ്ങിയെത്തി. ആ സമയത്ത് വായു ഭഗവാൻ എത്തി, വജ്രായുധത്തിൽ ഇന്ദ്രൻ എത്തി. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ ആ ചൂട് കൊണ്ട് തന്റെ മകൻ വല്ലാതെ കഷ്ടപ്പെടുകയാണെന്ന് കണ്ട വായുദേവൻ എന്റെ മോൻ കഷ്ടപ്പെടുകയെന്ന് നോക്കിട്ട് സൂര്യദേവന്റെ നേരെ വായു ഭഗവാൻ ഒരു ചാട്ടം ചാടി. വായു ഭഗവാൻ പറഞ്ഞു, ആദിത്യ, ശൗര്യവും പരാക്രമവും പ്രകടിപ്പിക്കേണ്ടത് കുഞ്ഞിനോടല്ല, ശിശുവാത്സല്യവും അനുകമ്പയും മനോഭാവവും ഇല്ലാത്ത നീ ദേവൻ തന്നെയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അവനൊരു ചെറിയ കുട്ടിയല്ലേ, നീ എങ്ങനെ ഇതിനെ ചൂട് വർദ്ധിപ്പിക്കുന്നു ചോദിച്ചു. അപ്പൊ ആദിത്യൻ പറഞ്ഞു, അനില, അനില എന്ന് പറഞ്ഞാൽ വായുദേവൻ, അനില, നമ്മുടെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്ന നീ ഈ വാനരഭാരന്റെ ധിക്കാരമായ പെരുമാറ്റം നീ മറന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ വായു ഭഗവാൻ പറഞ്ഞു, ഇവൻ കേവലനായ ഭാരതനല്ല, ശിവശക്തി സംഗതിയായിരുന്ന ഇവൻ നമ്മുടെ ശക്തിയും കൂടിയാണെന്ന് പറഞ്ഞു. അപ്പൊ ആദിത്യ പറഞ്ഞു, ആയിരിക്കാം എന്ന് വെച്ച് അവൻ ആക്രമണത്തിൽപ്പെട്ട് നാം ബലിയാക്കിയോ? എന്റെ ജീവൻ തോന്നു. അപ്പൊ വായു ഭഗവാൻ പറഞ്ഞു, ഭാരതന്മാർ ബാലിശമായിട്ട് പല തെറ്റുകളും ചെയ്യും, കുഞ്ഞുങ്ങൾ പല തെറ്റും ചെയ്യും, അതിനവർ മുതിർന്നേക്കാം. അവരെ ഉപദേശിച്ച് പിന്തിരിപ്പിക്കേണ്ടത് തിരിച്ചറിവുള്ള മുതിർന്നവരുടെ ധാർമ്മികമായ കടമയാണ്. കുട്ടികൾ പല തെറ്റും ചെയ്യും, അവരെ ഉപദേശിച്ചിട്ട് അവരെ നല്ലവഴിക്ക് കൊണ്ടുവരാനുള്ള മുതിർന്നവരുടെ ധാർമ്മികമായ കടമയാണ്. അപ്പൊ ആദിത്യൻ പറയാണ്, വന്നിരിക്കുന്ന ആപത്തിന് മുമ്പിൽ തത്വങ്ങളും പ്രസംഗിച്ചുകൊണ്ട് നിൽക്കാനുള്ള ബുദ്ധിശാലിയല്ല ഞാൻ. സൂര്യദേവൻ പറയുന്നത് ഇതൊരു ആപത്താണ്. ഈ ആപത്തിന് മുമ്പിൽ ധാർമ്മികമായ ബുദ്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്ന തത്വം വളർത്തുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് സമയമില്ല. അപ്പൊ വായുഭഗവാൻ പറഞ്ഞു, ഓ, എങ്കിൽ നീ നോക്കിക്കൊള്ളു. നിന്റെ ഉഗ്രതാപത്തിൽ നിന്ന് എപ്രകാരമാണ് ഞാൻ എന്റെ പുത്രനെ സംരക്ഷിക്കുന്നതെന്ന് നീ കാണുന്നു. നിന്റെ ഈ ചൂടിൽ നിന്ന് ഞാൻ ഭഗവാൻ എങ്ങനെ രക്ഷിക്കും നീ കണ്ടോളാൻ പറഞ്ഞു. ഇതും പറഞ്ഞുകൊണ്ട്